ഓ, എന്ത് രസം ഈ തണുത്ത് ബീച്ചിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കാൻ. നല്ല സുഖമുണ്ട്, എന്നാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. ഓ ഓ എന്തത്, എൻ്റെ ഫോൺ അടിക്കേണ്ടി തോന്നുന്നു. അയ്യോ, ഫോൺ അടിക്കണ്ടല്ലോ. എമർജൻസി ആയിരിക്കുമോ, ആരായിരിക്കുമോ ഈ സമയത്ത് തന്നെ വിളിക്കണം. പക്ഷേ ഒരു വൈബ് മൂഡ് പോയി. ഏതായാലും ഒന്ന് എടുക്കാം. ഇതാരത്? ഓ, ഇത് നമ്മുടെ ഫ്രണ്ടല്ലേ. ആ, ഹലോ. എനിക്കില്ലേ ഒരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ നാട്ടിൽ ഒരു ഗോൾഡൻ GTR ഒരു ഗോൾഡൻ സുപ്രീം ഉണ്ടായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ നിനക്ക് അയച്ചു തരാം. അത് നീ എനിക്ക് അടിച്ചു മാറ്റി തരണം. അങ്ങനെ ഞാൻ നിനക്ക് 100 കോടി രൂപ തരാം. ഒരു ഗോൾഡൻ സൂപ്പറയും ഒരു ഗോൾഡൻ GTRോ? അത് തന്നാൽ 100 കോടി രൂപയോ? ഓ, എന്നാൽ പിന്നെ സെറ്റ് ഗൈസ്. അപ്പം നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി. അവനൊരു ഗോൾഡൻ സൂപ്പറും GTRും കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ ലൊക്കേഷൻ അയച്ചു തരും പറഞ്ഞു. നമുക്ക് എന്തായാലും ഒന്ന് എടുത്തിട്ട് വരണം. പക്ഷേ ഈ സ്കൂട്ടറിൽ പോയാലൊന്നും നമുക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല. ഈ ഒരു പാട്ട വണ്ടിയൊന്നും ആരും എടുക്കാത്ത ഇതിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഒരു ബൊലേറോ ഉണ്ട്, ആ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം ഗൈസ്. അതെ ബൊലേറോ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബൊലേറോ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. പക്ഷേ ഗൈസ് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇപ്പം തന്നെ ബൊലേറോ എടുത്തിട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ബീച്ചിൻ്റെ ഡ്രസ്സാണ്, നനഞ്ഞ് ഇരിക്കുന്ന ഡ്രസ്സാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് നേരെ ഇതാക്കാം. അതിൻ്റെ ഉള്ളിൽ അവൻ ലൊക്കേഷൻ അയച്ചു തരും വിചാരിക്കുന്നു. നേരെ ഡ്രസ്സ് മാറ്റാം. ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി അവൻ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ്. ഏതായാലും നമുക്ക് നമ്മുടെ ബൊലേറോ എടുത്തിട്ട് പോവാം. അവൻ റോങ് ഇൻഫർമേഷനാണോ തന്നതെന്നറിയില്ല. അവൻ നമ്മളെ നന്നായി പറ്റിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷെ എന്നാലും ഗോൾഡൻ സുപ്രീം എനിക്ക് എന്നാലും മനസ്സിലാവുന്നില്ല കേട്ടോ. ഗോൾഡൻ സുപ്രീം, ഗോൾഡൻ GTR എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഈ ചെറിയ സിറ്റിയിൽ ഇത്ര വലിയ കാർസൊക്കെ ഇമ്പോർട്ട് ചെയ്തായിരിക്കും. ഇമ്പോർട്ട് ചെയ്താക്കാനേ വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ അടിച്ചു മാറ്റി കൊടുത്താൽ 100 കോടി രൂപ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്ക് ആ ഒരു വണ്ടിക്ക് 100 കോടിയില്ല, അതിനേക്കാളും കുറവേ ഉണ്ടാവുള്ളൂ ഗൈസ്. കാരണം അത് അതിനേക്കാളും കുറവേ ഉണ്ടാവുള്ളൂ. എന്നാലും എന്താണെന്നറിയില്ല, അവൻ 100 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളത് അടിച്ചു മാറ്റി കൊടുക്കുന്നതിനായിരുന്നു 100 കോടി രൂപ എന്ന്. അപ്പോൾ കാര്യം ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് വണ്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അടിച്ചു മാറ്റി നോക്കാം. ഓക്കെ ഗൈസ്. ഇത് കൺസ്ട്രക്ഷൻ ഏരിയ എത്തിയിട്ടുണ്ട്. ഇതാണ് കൺസ്ട്രക്ഷൻ ഏരിയ. അപ്പോൾ നമുക്ക് ഏതായാലും അകത്തേക്കൊന്ന് കയറി പോവാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഏതായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഗൈസ്. കാരണം ഇത് ഇത്രയും കോസ്റ്റ്ലി ആയ സൂപ്പർ കാർ ആയതുകൊണ്ട് ഒരിക്കലും അവരൊരു ഓപ്പണായ പ്ലേസിൽ ഇട്ട് വയ്ക്കില്ല. അതായത് ഒരു മറച്ചിട്ടേ വയ്ക്കുള്ളൂ. അയ്യോ, വണ്ടി ഇടിച്ചേ ഗൈസ്. എനിക്ക് തോന്നി പൈപ്പിൻ്റെ പിന്നാലെ ഉണ്ടാവുമോ? ഇല്ല ഗൈസ്, പൈപ്പിൻ്റെ പിന്നാലെ ഇല്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവണം. ഇവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെയാണ് സാധാരണ അങ്ങോട്ട് വയ്ക്കുക. ഇവിടെ എവിടെയും കാണാനില്ല. നമുക്കൊന്ന് നേരെ അന്വേഷിച്ച് നോക്കണം. അപ്പുറത്ത് ഗൈസ് ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവൻ എന്നെ പറ്റിച്ചതാണെന്ന്. അങ്ങനെ വരാൻ വഴിയില്ല. അവൻ അങ്ങനെ പറ്റിക്കണ ഒരു സ്വഭാവമൊന്നും അവനില്ല. എന്നാലും ഗൈസ് അവൻ ശരിക്കും പറ്റിച്ചോ? ഒന്നും കൂടെ നേരെ ഒന്ന് അന്വേഷിച്ച് നോക്കാം ഗൈസ്. ഈ ഭാഗത്തോടെയൊന്നും കാണുന്നില്ല കേട്ടോ. എന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പിന്നാലെ ഉണ്ടോ നോക്കാം. എന്നാലും എന്തായാലും ഈ കാർ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഗൈസ്. ലാസ്റ്റാണ് നോക്കുന്നത് ഗൈസ്. ഇവിടെ കാണാനില്ല. അവൻ പറ്റിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കൺസ്ട്രക്ഷൻ ഏരിയ ഫുള്ള് നമ്മൾ തപ്പി നോക്കി ഗൈസ്. അവൻ നമ്മളെ പറ്റിച്ചു. ഒന്നും നമ്മളവനെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നാലും അവൻ എന്നെ എങ്ങനെ ചതിക്കില്ല ഗൈസ്. ഒരു മിനിറ്റ്, അതൊരു സൂപ്പറാണല്ലോ ഗൈസ്. അതായിരിക്കുമോ? എന്നാലും അവൻ പറഞ്ഞ സൂപ്പറാ ഗൈസ്. അത് ഗോൾഡൻ കളറാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അവൻ പറഞ്ഞ സൂപ്പറാ. ഇത് മാർക്ക് 5ൻ്റെ മോഡലാട്ടോ. കുഴപ്പമില്ല, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. നല്ല വണ്ടിയാണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത് ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലോക്കൊന്നും ചെയ്തിട്ടില്ല. നല്ല വണ്ടിയാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല ഗൈസ്. നല്ല പെട്ടെന്ന് ആക്സിലേഷൻ ഉണ്ട് കേട്ടോ. നല്ല ബ്രേക്കും ഉണ്ട്. ഇപ്പം തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഈ വണ്ടി എടുത്തിട്ട് നേരെ അവൻ്റെ കൊണ്ട് കൊടുക്കാം. സ്മൂത്തായി പോണ്ട് കേട്ടോ. വലിയ തടസ്സങ്ങളൊന്നുമില്ല. നല്ല ഹാൻഡ്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ വണ്ടിക്ക് നല്ല വിലയാണെന്നാണ് ഞാൻ
മുമ്പൊക്കെ കേട്ടിട്ടുള്ളത്. ഈ സാധനം അവൻ്റെ കൊടുത്താൽ ഇതും ഒരു GTR കൊടുക്കണമെന്നാണ് കേട്ടോ ഗൈസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി ഏതായാലും കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അവൻ്റെ അവിടേക്കൊന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോടിയായിട്ട് കേട്ടോ ഗൈസ് അവൻ്റെ വീട് വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് തപ്പി നോക്കാം. ഈ ഫ്ലാറ്റിൻ്റെ അപ്പുറത്താണെന്നാണ് പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് പോയി നോക്കിയാലോ. ഇവിടെ എവിടെയും കാണാനില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്താണെന്ന്. ഇതിൻ്റെ ഉള്ളിലായിരിക്കുമോ? ഉള്ളിലാവാൻ വഴിയില്ലല്ലോ. ഗൈസ് ഈ ഭാഗത്തായിരുന്നു കേട്ടോ അവൻ അയച്ചെന്ന്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിടാം കേട്ടോ ഗൈസ്. പിന്നെ അടുത്ത് നമുക്ക് അത്യാവശ്യം ഒരു വണ്ടിയാണ് കേട്ടോ. ഞാൻ അതായത് ഈ വണ്ടി അടിച്ചു മാറ്റിയിട്ടുണ്ടോ. അത് ഓടീൻ്റെ മോഡൽ കേട്ടോ. വണ്ടി വലിയ സീനൊന്നുമില്ല, നല്ല വണ്ടിയാണ്. അതായത് നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് നേരെ പോവാം. എന്നാലും ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവയ്ക്കുക പറഞ്ഞാൽ ഗൈസ് അവിടെ ഫുൾ സെക്യൂർ ആയിരിക്കുമോ? ചെറിയതായിട്ടൊന്ന് വണ്ടി തട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വലിയ സീനില്ല. അയ്യോ വണ്ടി പോരാട്ടോ ഗൈസ്, ബിൽഡ് ക്വാളിറ്റി ഒട്ടുമില്ല. ബാക്കിലത്തെ ബമ്പറൊക്കെ ഇപ്പോൾ തന്നെ പോയി. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടിയല്ലോ ആവശ്യം. നമ്മുടെ GTR നമുക്ക് ഇവിടെ അങ്ങോട്ടൊന്ന് തപ്പി നോക്കാം. ഗായ്സ് ഞാനിവിടെ ഫുള്ള് തപ്പിയിട്ടോ, കാണണേ ഇല്ല. നമ്മുടെ GTR ഇതിനകത്ത് ഇല്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ സൂപ്പർ മാത്രമേ ഒറിജിനലുള്ളൂ. GTR അവൻ പറ്റിക്കാൻ പറഞ്ഞായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഗൈസ്. ഏതായാലും അവൻ നമ്മളെ പറ്റിച്ചു. പക്ഷെ എന്നാലും അങ്ങനെ പറ്റിക്കാൻ ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിലും ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, അത് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കാണുന്നുണ്ടോ? നമ്മുടെ GTR അല്ലേ? ഇവിടെയാണോ GTR വെച്ചിരിക്കണത്? ഗായ്സ് ഇത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവൻ പറ്റിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ വണ്ടി നമ്മൾ നേരെ നോക്കാനുള്ളതാണ്. ഞാൻ വിചാരിച്ചു പോലീസ് സ്റ്റേഷൻ പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്തായിരിക്കുന്നത്. സംഭവം പോലീസ് സ്റ്റേഷൻ്റെ വെളിയിലാണ്. ഏതായാലും GTR ഒക്കെ നൈസ് വണ്ടിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗണ്ട് എന്താ മോനെ. നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് വാങ്ങിയാലോ? അല്ലെങ്കിൽ വേണ്ട, അവനെ നമ്മളങ്ങനെ ചതിക്കാനൊന്നും പാടില്ല. നമ്മൾ വണ്ടി അടിച്ചു മാറ്റി കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ അടിച്ചു മാറ്റി കൊടുക്കണം ഗൈസ്. നമുക്ക് ഏതായാലും അപ്പോഴേ നമ്മുടെ സൂപ്ര പാർക്ക് ചെയ്ത് ആ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യുക. അവൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൂപ്ര പാർക്ക് ചെയ്ത് അവിടെ ആ ഭാഗത്ത് നമ്മൾ പാർക്ക് ചെയ്ത് കൊടുത്തു വെച്ചാൽ അവൻ നമുക്ക് അയച്ചു തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ സൗകര്യം അനുസരിച്ച് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഏതായാലും നമുക്ക് നേരെ ആ സ്ഥലത്ത് പോവാം. നമ്മുടെ സൂപ്ര അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുമ്പ് നാളുണ്ട് കേട്ടോ, ഒന്നും മാറടോ ഗൈസ്. നമുക്ക് നേരെ മെല്ലെ ഈ ഭാഗത്ത് അങ്ങോട്ട് പാർക്ക് ചെയ്യാം. സൂപ്ര അവിടെ ഇരിക്കട്ടെ, നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് അവൻ അയച്ചു തരുന്നതാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അവനെ വിളിച്ച് പറയാം. എടാ നമുക്ക് വിളിക്കാം. ഹലോ എടാ, ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ എനിക്ക് പൈസ അപ്പോൾ തരും. ആ 100 രൂപ ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ അയച്ചു തരാം. ഓക്കേടാ, എല്ലാം സെറ്റ്. അപ്പോൾ അയച്ചു തരുമല്ലോ, പറ്റിക്കില്ലല്ലോ? അയച്ചു തരാം. ശരി. അപ്പോൾ ഗൈസ് ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.